നമസ്കാരം. ഈ ദിവസത്തെ വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അമൃത പടിക്കാൽ. വാർത്തകൾ വിശദമായി നോക്കാം. മധ്യപൂർവേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ തെക്കൻ ലബനോൺ ചോരപ്പുഴയായി മാറി. അതിനിടെ ഇറാന്റെ മുതിർന്ന കമാൻഡറെ വധിച്ചെന്ന് IDF അവകാശപ്പെട്ടു. പരമോന്നത നേതാവിന്റെ ഓഫീസിലെ ആക്ടിംഗ് ചീഫ് ഓഫ് സ്റ്റാഫ് അസ്കർ ഹിജാസിയാണ് കൊല്ലപ്പെട്ടത്. രാവിലെ ടെഹ്റാനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഖമനയുടെ ബങ്കർ സമുച്ചയം IDF തകർത്തിരുന്നു. അതേസമയം മേഖലയെ അശാന്തമാക്കി ഇറാൻ അസർബൈജാൻ ബന്ധവും വഷളായി. സൈനിക നടപടിയുടെ അടുത്ത ഘട്ടം തുടങ്ങിയെന്ന അമേരിക്കയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ ടെഹ്റാനിലടക്കം വ്യാപക വ്യോമാക്രമണമാണ് ഇന്ന് നടന്നത്. കൊല്ലപ്പെട്ട ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനയുടെ ടെഹ്റാനിലെ ബങ്കർ സമുച്ചയം ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ തകർന്നു. ആക്രമണത്തിൽ നിരവധി മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം. എന്നാൽ നീണ്ട യുദ്ധത്തിന് തയ്യാറാണെന്നും മാരകായുധങ്ങളെ നേരിടാൻ തയ്യാറെടുക്കുന്നുവെന്നുമാണ് IRGCയുടെ മറുപടി. അതിനിടെ ഇസ്രയേലിന്റെ തിരിച്ചടിയിൽ കുരുതിക്കളമായി മാറുകയാണ് തെക്കൻ ലെബനോണും ബെയ്റൂത്തും. ഇസ്രയേലിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ മേഖലയിൽ നിന്ന് കൂട്ടപ്പലായനം നടക്കുകയാണ്. ഗസയ്ക്ക് സമാനമായ അവസ്ഥ ബെയ്റൂട്ട് നേരിടേണ്ടി വരുമെന്നാണ് ഇസ്രയേലിന്റെ ഭീഷണി. ലബനാനെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയായിരുന്നുവെന്നും തങ്ങൾ യുദ്ധം ആഗ്രഹിച്ചിരുന്നില്ല എന്നുമാണ് പ്രധാനമന്ത്രി നവാഫ് സലാം ഇന്ന് വിദേശ രാജ്യങ്ങളുടെ അംബാസഡർമാരുടെ യോഗത്തിൽ പറഞ്ഞത്. സ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നതിനിടെ തെക്കൻ ലെബനോണിൽ 1 ലക്ഷം പേരെങ്കിലും അഭയാർത്ഥികളാക്കപ്പെട്ടുവെന്നാണ് കണക്ക്. അതേസമയം മേഖല അശാന്തമാക്കി ഇറാൻ അസർബൈജാൻ ബന്ധം കൂടുതൽ വഷളായി. വിമാനത്താവളത്തിലെ വ്യോമാക്രമണത്തിന് പിന്നാലെ ഇറാനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ പിൻവലിക്കുകയാണെന്ന് അസർബൈജാൻ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ ആക്രമണം തുടരുന്നു. ബഹ്റൈനിൽ ജനവാസ മേഖലയും സൗദിയിൽ പ്രിൻസ് സുൽത്താൻ എയർബേസിനെ ലക്ഷ്യമിട്ടുമാണ് ആക്രമണമുണ്ടായത്. UAE, കുവൈറ്റ് എന്നിവിടങ്ങളിലും ഇറാൻ ആക്രമണം നടത്തി. ആക്രമണങ്ങളെ ചെറുത്തെന്ന് ഈ രാജ്യങ്ങൾ വ്യക്തമാക്കി. ഈ മാസം 9 മുതൽ 18 വരെ ഗൾഫ് രാജ്യങ്ങളിൽ നടക്കേണ്ട SSLC പരീക്ഷകളും 19 വരെ നടത്തേണ്ട ഹയർ സെക്കൻഡറി പരീക്ഷകളും മാറ്റിവെച്ചു. ബഹ്റൈനിലെ 2 ഹോട്ടലുകളും ഒരു റെസിഡൻഷ്യൽ കെട്ടിടവും ഇറാൻ ലക്ഷ്യമിട്ടതായാണ് ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയത്. പുലർച്ചെയായിരുന്നു ആക്രമണം. കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായെങ്കിലും ആളപായമില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ആളുകളോട് ഏറ്റവും അടുത്ത സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടു. സൗദിയിലും പുലർച്ചെ ഇറാൻ കാര്യമായ ആക്രമണത്തിന് ശ്രമിച്ചു. പ്രിൻസ് സുൽത്താൻ വ്യോമതാവളത്തിലേക്ക് ഇറാൻ തൊടുത്ത 3 ബാലിസ്റ്റിക് മിസൈലുകൾ തടുത്തതായി സൗദി അറേബ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കിഴക്കൻ പ്രവിശ്യയിലും ആക്രമണമുണ്ടായി. കുവൈറ്റിൽ രാവിലെ തുടർച്ചയായി ആക്രമണമുണ്ടായതായും വിജയകരമായി പ്രതിരോധിച്ചതായും ആഭ്യന്തര മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ഇന്നലെ രാത്രി അബുദാബിയിലും ആക്രമണമുണ്ടായിരുന്നു. ഇതിനിടെ ഇത്തിഹാദ് എയർവേസ് ഭാഗികമായി അബുദാബിയിൽ നിന്ന് റെഗുലർ സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഒമാനിലെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനവും സാധാരണ നിലയിലായി. 24 ദുബായ്. മധ്യപൂർവേഷ്യൻ സംഘർഷം ഇന്ധന മേഖലയെ ബാധിക്കുമെന്ന ആശങ്കയ്ക്കിടെ റഷ്യൻ എണ്ണ വാങ്ങാൻ ഇന്ത്യയ്ക്ക് അമേരിക്കയുടെ താൽക്കാലിക ഇളവ്. മാർച്ച് 5 മുതൽ കപ്പലിൽ കയറ്റിയിട്ടുള്ള റഷ്യൻ ക്രൂഡ് ഓയിലും എണ്ണ ഉൽപ്പന്നങ്ങളും ഇന്ത്യയിലേക്ക് എത്തിക്കാം. കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് രൂക്ഷ വിമർശനം ഉന്നയിച്ചു. കോൺഗ്രസ് പരിഭ്രാന്തി സൃഷ്ടിക്കുന്നുവെന്ന് BJP പ്രതികരിച്ചു. എണ്ണ ലഭ്യത ഉറപ്പാക്കുന്നതിന് 30 ദിവസത്തെ താൽക്കാലിക ഇളവാണ് അമേരിക്ക നൽകിയത്. കടലിൽ കുടുങ്ങിക്കിടക്കുന്ന എണ്ണയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്ക് മാത്രമാണ് ഇളവ്. ആഗോള എണ്ണ വിപണിയിലേക്ക് എണ്ണയുടെ ഒഴുക്ക് നിലനിർത്തുകയാണ് നടപടിയുടെ ലക്ഷ്യമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് വ്യക്തമാക്കി. ഭാവിയിൽ ഇന്ത്യ അമേരിക്കൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അമേരിക്ക. എണ്ണ വാങ്ങാൻ ഇന്ത്യയ്ക്ക് ഇളവ് നൽകിയെന്ന അമേരിക്കൻ പ്രഖ്യാപനത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി. സ്വതന്ത്ര രാഷ്ട്രമായ ഇന്ത്യ എവിടെ നിന്ന് എണ്ണ വാങ്ങണമെന്ന് തീരുമാനിക്കുന്നത് നിലവിൽ അമേരിക്കയെന്നാണ് വിമർശനം. ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണവും പരമാധികാരവും കടുത്ത ഭീഷണിയിലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ എക്സിൽ കുറിച്ചു. അതേസമയം എണ്ണക്ഷാമത്തെക്കുറിച്ച് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പരിഭ്രാന്തി സൃഷ്ടിക്കുകയാണെന്നാണ് BJPയുടെ പ്രതികരണം. 24 ഡൽഹി. ഇറാനെതിരായ ഇസ്രയേൽ അമേരിക്കൻ ആക്രമണത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് തിരുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യൻ നിലപാടുകൾ കേന്ദ്ര സർക്കാർ അമേരിക്കൻ സാമ്രാജ്യത്തിന് അടിയറവ് പറയുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോഴിക്കോട് LDF സംഘടിപ്പിച്ച യുദ്ധവിരുദ്ധ റാലിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. LDF യുദ്ധവിരുദ്ധ പ്രമേയവും അവതരിപ്പിച്ചു. നമ്മുടെ അതിഥികളായിട്ട് വന്ന് നമ്മുടെ കൂടെ പരിപാടിയിൽ പങ്കെടുത്ത് തിരിച്ചു പോകുന്നവർ ആക്രമിക്കപ്പെട്ടാൽ അത് ശരിയായില്ല എന്നെങ്കിലും പറയാൻ ഒരു രാജ്യമെന്ന നിലയ്ക്ക് ഇന്ത്യ തയ്യാറാവണ്ടേ? എന്തൊരു അപമാനകരമായ വിധേയത്വമാണെന്ന് നോക്കൂ. അമേരിക്കക്കെതിരായി അനങ്ങാൻ തയ്യാറില്ല. അത്രമാത്രം വിധേയത്വം വന്നിരിക്കുന്നു. നമ്മുടെ രാജ്യം എങ്ങോട്ടേക്കാണ്? രാഷ്ട്രത്തിന് ഒരു തരത്തിലും അംഗീകരിക്കാനാവാത്ത നിലപാട് ബോധപൂർവം ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ചു പോവുകയാണ്.
അജയ് കുഞ്ഞുമോൻ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അജയ്, ഇറാനിലെ ആക്രമണത്തിൽ കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയാണ് മുഖ്യമന്ത്രി, അല്ലേ? തീർച്ചയായിട്ടും അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാനിൽ നടന്ന അക്രമ സംഭവങ്ങളെ രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിക്കുന്നത്. അത് മാത്രമല്ല, അമേരിക്കൻ ഇസ്രായേൽ ഭീകരക്കെതിരെ LDF യുദ്ധവിരുദ്ധ പ്രമേയവും ഇന്ന് കോഴിക്കോട് പാസാക്കിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ കടന്നുകയറ്റത്തിനെതിരെ ഇന്ത്യ പ്രതികരിക്കണമെന്നാണ് പ്രമേയം ആവശ്യപ്പെട്ടത്. ഈ പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണം. അത് കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണം എന്ന കാര്യങ്ങളൊക്കെ തന്നെയും ഇന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അത് മാത്രമല്ല, അജയ് കുഞ്ഞുമോനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. എറണാകുളം അങ്കമാലിയിൽ വിദ്യാർത്ഥിനി ജാസ്ലിയ ജോൺസണിനെ കാറിടിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പിടിയിൽ. ശക്തമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ 7ാം ദിവസമാണ് വാഗമണിലെ റിസോർട്ടിൽ നിന്ന് ഡോക്ടർ സിറിയക് പി ജോർജിനെ പോലീസ് പിടികൂടിയത്. ഇടുക്കി വാഗമണിൽ റിസോർട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഡോക്ടർ സിറിയക് പി ജോർജ്. അപകടമുണ്ടായി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാത്തതിൽ പോലീസിനെതിരെ കടുത്ത വിമർശനമുയർന്നിരുന്നു. സിറിയക് പി ജോർജിനെ പോലീസ് പിന്നീട് അങ്കമാലി സ്റ്റേഷനിലെത്തിച്ചു. ഡിവൈഎഫ്ഐ BJP പ്രവർത്തകർ പ്രതിഷേധവുമായി സ്റ്റേഷനിലേക്കെത്തി. കോട്ടയം ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് ഡോക്ടർ സിറിയക് പി ജോർജിന്റെ അറസ്റ്റ്. മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. പ്രതിക്ക് സംരക്ഷണം ഒരുക്കിയിട്ടില്ല എന്ന് എറണാകുളം റൂറൽ SP KS സുദർശൻ. അല്ല, അങ്ങനെ സ്വാധീനമാണെങ്കിൽ ഇപ്പോൾ പാരൻസിനടക്കം നമ്മൾ പ്രതിയാക്കുന്ന ഘട്ടത്തിലേക്ക് വരില്ലല്ലോ. അങ്ങനെ യാതൊരു സ്വാധീനമോ മറ്റൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടുള്ളൊരു ഡിലേ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ല, അങ്ങനെ അവരുടെ പാരൻസിന് അങ്ങനെ ഒരു ആക്ഷേപമുള്ള നിലയ്ക്ക് നമ്മളത് പരിശോധിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നടപടിയെടുക്കുന്നത്. പ്രതിയെ പിടികൂടിയതിൽ ആശ്വാസമെന്ന് ജാസ്ലിയയുടെ കുടുംബം. എന്തായാലും നന്ദിയുണ്ട്, എല്ലാവരോടും നന്ദിയുണ്ട്, മാധ്യമപ്രവർത്തകരോടും എല്ലാവരോടും നന്ദി. മോർണിംഗ് സ്റ്റാറിലെ കുട്ടികളോടും സിസ്റ്റേഴ്സിനോടും പിന്നെ ഞങ്ങളുടെ ഒപ്പം നിന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും വീട്ടുകാരോടും ഒരുപാട് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും നന്ദി. ഒളിവിൽ കഴിയാൻ സഹായിച്ചതിന് അറസ്റ്റിലായ സിറിയക്കിന്റെ പിതാവ് ജോർജ് മാത്യുവിന് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചു. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു അപകടം. മസ്തിഷ്ക മരണം സംഭവിച്ച ജാസ്ലിയയുടെ അവയവങ്ങൾ ദാനം ചെയ്തിരുന്നു. 24 കൊച്ചി. കൊല്ലം ചിതറയിൽ തെരുവുനായ ആക്രമണം. 2 പേർക്ക് കടിയേറ്റു. 8ാം ക്ലാസ് വിദ്യാർത്ഥി സൂര്യ, അധ്യാപികയായ ലിൻസി എന്നിവർക്കാണ് കടിയേറ്റത്. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകും വഴിയാണ് ഇരുവരെയും തെരുവുനായ ആക്രമിച്ചത്. എന്നെ പട്ടിയടിച്ചത് BAKയിൽ വെച്ചാണ്. BAKയിൽ ഞാൻ സ്കൂളിലോട്ട് തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പോഴായിരുന്നു കടിച്ചത്. അപ്പം അതൊക്കെയാണ് വന്ന് കടിച്ചത്. പിന്നെ ആദ്യം കടിച്ചപ്പോൾ മുറിഞ്ഞില്ലായിരുന്നു. രണ്ടാമത് കടിച്ചപ്പോൾ മുറിഞ്ഞു കാലിൻ്റെ അകം. സ്കൂള് വിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ചിതറ PAKയുടെ അവിടെ നിന്നാണ് പട്ടി വന്ന് ആദ്യമായിട്ട് മോൻ്റെ കാലിൽ കടിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പട്ടീനെ ഓട്ടിച്ച് കളഞ്ഞിട്ട് മോനെ കൊണ്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയേ പിന്നീട് പട്ടി ബാക്കിൽ നിന്ന് വന്ന് രണ്ടാമത് കൊച്ചിൻ്റെ കാല് കടിച്ചെടുക്കുന്നത്. പോയി വരുന്ന വഴിക്ക് ചിതറ ജംഗ്ഷനിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് ആണ് പട്ടി കടിച്ചത്. അതിന് തൊട്ട് മുമ്പ് തന്നെ വേറൊരു കുട്ടിയും അതിലെ പോയ സ്കൂൾ കുട്ടിയെ തന്നെ പട്ടി കടിക്കുകയുണ്ടായി. പിന്നെ ഇത് സംബന്ധിച്ച് ചിതറ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. സൂര്യഗായത്രി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, ഇത് എപ്പോഴാണ് ഈ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്? ഈ മേഖല ഇത്തരത്തിൽ തെരുവുനായ ശല്യമുള്ള ഒരു സ്ഥലമാണോ? ഇവരുടെ പരിക്കുകൾ ഗുരുതരമുള്ളതാണോ? അമൃത, ജില്ലയിൽ പലയിടങ്ങളിലും തെരുവുനായ ആക്രമണം റിപ്പോർട്ട് ചെയ്യുകയാണ്. തെരുവുനായ്ക്കൾ സ്വൈര്യവിഹാരം നടത്തുകയാണ്. ഇന്നിപ്പോൾ 5 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. സ്കൂൾ വിട്ട് വരികയായിരുന്ന വിദ്യാർത്ഥിക്കും അധ്യാപികയ്ക്കുമാണ് തെരുവുനായയുടെ കടിയേറ്റത്. ഈ കുട്ടി മാതാവിനൊപ്പം വീട്ടിലേക്ക് പോവുകയായിരുന്നു. 8ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. ചിതറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സൂര്യ എന്നതാണ് വിദ്യാർത്ഥിയുടെ പേര്. പ്രദേശവാസിയായ മറ്റൊരാൾക്ക് കൂടി കടിയേറ്റിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അധ്യാപിക വരുന്നത്. ഈ അധ്യാപികയും തെരുവുനായ ആക്രമിച്ചു എന്നുള്ളതാണ്. 2 പേരും കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്. 2025 സിവിൽ സർവീസസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. രാജസ്ഥാൻ സ്വദേശി അനൂജ് അഗ്നിഹോത്രിക്കാണ് 1ാം റാങ്ക്. ആദ്യ 100 റാങ്കുകളിൽ 2 മലയാളികൾ ഇടം നേടി. തിരുവനന്തപുരം സ്വദേശി ശ്രീജ JS, കൊല്ലം സ്വദേശി ആദിത്യനാരായണൻ എന്നിവർ ആദ്യ 100 റാങ്കിൽ ഇടം പിടിച്ചു. 958 പേരാണ് 2025 സിവിൽ സർവീസസ് പരീക്ഷയിൽ യോഗ്യത നേടിയത്. രാജസ്ഥാൻ സ്വദേശി അനൂജ് അഗ്നിഹോത്രി 1ാം റാങ്ക് കരസ്ഥമാക്കിയപ്പോൾ
തമിഴ്നാട് സ്വദേശി രാജേശ്വരി സുബെ 2ാം റാങ്കും അഗൻസ്റ്റ് ദൾ 3ാം റാങ്കും നേടി. കഴിഞ്ഞ തവണ ആദ്യ 100-ൽ നിരവധി മലയാളികൾ ഇടം പിടിച്ചിരുന്നുവെങ്കിലും ഇത്തവണ 2 പേർ മാത്രമാണ് ആദ്യ 100-ലുള്ളത്. തിരുവനന്തപുരം നരുവാമൂട് സ്വദേശി ശ്രീജ JS 57ാം റാങ്കും ആദിത്യനാരായണൻ 68ാം റാങ്കും സ്വന്തമാക്കി. ഫോർച്യൂൺ IAS അക്കാദമി പരിശീലനം നടത്തിയ ശ്രീജ ആദ്യ ശ്രമത്തിലാണ് റാങ്ക് കരസ്ഥമാക്കിയത്. ഒത്തിരി സന്തോഷമുണ്ട്, അതിനേക്കാളേറെ ഒത്തിരി നന്ദിയുണ്ട്. കാരണം ഇതൊരു കൂട്ടായ ശ്രമമായിരുന്നു. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കഷ്ടപ്പാട്, പിന്നെ എനിക്ക് വേണ്ടി ഒത്തിരി ആൾക്കാർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരുടെയും ഒരു കൂട്ടായ ശ്രമത്തിന്റെ ഫലമാണ് ഈ റാങ്ക്. തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് കേഡർ അനുവദിക്കുന്നതിനുള്ള നടപടികളും ഉടൻ കേന്ദ്ര സർക്കാർ ആരംഭിക്കും. 24 ഡൽഹി. തിരികെ സ്വാഗതം. വാർത്തകളിലേക്ക്. കോങ്ങാട് MLA കെ ശാന്തകുമാരിയെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്ത് തട്ടിപ്പിന് ശ്രമം. പഹൽഗാം ഭീകരാക്രമണത്തിന് സാമ്പത്തിക സഹായം ചെയ്തത് ശാന്തകുമാരിയുടെ അക്കൗണ്ടിൽ നിന്നാണെന്ന് പറഞ്ഞാണ് 2 മണിക്കൂർ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്ത് തട്ടിപ്പിന് ശ്രമിച്ചത്. ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിൽ നിന്ന് മുംബൈയിൽ നിന്ന് വിളിക്കുകയാണ്. എൻ്റെ പേരിൽ ഒരു ഡോക്യുമെൻ്റ് രജിസ്റ്റർ ചെയ്തിരുന്നു. ആ ഡോക്യുമെൻ്റ് ഉപയോഗിച്ചിട്ട് പഹൽഗാം ബ്ലാസ്റ്റിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള പ്രതിയായിട്ടുള്ള അഫ്സൽ ഖാൻ എന്ന് പറയുന്ന ആൾ സിം കാർഡ് വേറൊരു നമ്പർ കൂടെ പറഞ്ഞത് ആ നമ്പറിൽ എടുത്തിട്ടുണ്ടെന്നും അയാളെ അറസ്റ്റ് ചെയ്ത സമയത്താണ് നിങ്ങൾ ഈ നമ്പർ നിങ്ങളുടെ പേരിൽ ഡോക്യുമെൻ്റ് രജിസ്റ്റർ ചെയ്തതായിട്ടും ഫേക്കായിട്ട് വന്നതായിരിക്കാം ചിലപ്പോൾ, പക്ഷെ ഇങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് ഇംഗ്ലീഷിൽ സംസാരിച്ചു എന്നോട്. അപ്പം ഞാൻ അത് എന്താണെന്ന് അറിയാനായിട്ട് വീണ്ടും അദ്ദേഹത്തോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. പിന്നീട് അദ്ദേഹം നേരെ നിങ്ങൾ പിന്നെ തിരുവനന്തപുരത്ത് കൊടുക്കാം, തിരുവനന്തപുരത്ത് സൈബർ സെല്ലിലെ ഹെഡ് ഓഫീസ് നിങ്ങളെ വിളിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ അപ്പം തന്നെ ഞാൻ ചെവി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് കോള് അങ്ങോട്ട് കണക്ഷൻ കോളായി പോയിരുന്നു. പിന്നെ അദ്ദേഹം സ്വയം ഇങ്ങനെ അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് വാട്സപ്പിലേക്ക് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ വാട്സപ്പിലേക്ക് ഞാൻ വിളിച്ചപ്പോൾ അയാൾ വീഡിയോ കോൾ വഴിയാണ്. ഏതാണ്ട് ഒരു 2 മണിക്കൂറോളം ഞാൻ അവിടെ സ്തംഭിച്ച പോലെ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം എൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ചു, പിന്നെ ആധാർ നമ്പറൊക്കെ ചോദിച്ചു. അപ്പം ഞാനത് സത്യസന്ധമായി പറഞ്ഞു. അപ്പോൾ തന്നെ ഹസ്ബൻഡ് വന്നു, ഹസ്ബൻഡിനെ ഇരിക്കാൻ പറഞ്ഞു. അദ്ദേഹം ശരിക്കും അദ്ദേഹത്തിനും ഒരു അറസ്റ്റ് പോലെയായി. ദെൻ മോൻ വന്നു, മോനെ അതുപോലെ ആക്കി. ശ്രീജിത്ത് ശ്രീകുമാരൻ തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് ഇത് നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന വാർത്തയാണ്. പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. MLAയ്ക്കും സ്വസ്ഥതയില്ല എന്ന് മനസ്സിലാക്കുന്നു. ഇത് തുടക്കത്തിൽ തന്നെ ഇവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ തന്നെ MLAയ്ക്ക് എന്തെങ്കിലും ഒരു സൂചന ലഭിച്ചിട്ടുണ്ടായിരുന്നോ ഇത്തരത്തിലൊരു തട്ടിപ്പിനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത് എന്ന്? MLAയ്ക്ക് യാതൊരു സൂചനയും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. MLAയുടെ അക്കൗണ്ട് നമ്പർ അടക്കം പറഞ്ഞു കൊടുത്തിട്ടായിരുന്നു അമൃത ഇത്തരത്തിലൊരു തട്ടിപ്പിനൊരു ശ്രമം നടത്തിയത്. MLA തന്നെ നമ്മളോട് വിശദീകരിച്ചത് അമൃത കേട്ടല്ലോ. ആദ്യഘട്ടത്തിൽ പറഞ്ഞത് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് ഞങ്ങൾ സൈബർ സെല്ലിലേക്ക് കൈമാറുന്നു, ഞാനൊരു MLA ആണ് എന്ന് കെ ശാന്തകുമാരി അറിയിച്ചതിനു ശേഷം ഇതൊരു തിരുവനന്തപുരത്തേക്ക് കൈമാറുന്നു എന്നാണ് ആ സംഘം, തട്ടിപ്പ് സംഘം പറഞ്ഞത്. അതിനുശേഷം പിന്നീട് സുരേഷ് കുമാർ എന്ന പേരിൽ അവർ തന്നെ കൃത്യമായ രീതിയിൽ MLAയോട് സംസാരിക്കുന്നു. ശേഷമാണ് MLA ആദ്യഘട്ടത്തിൽ ഡിജിറ്റൽ അറസ്റ്റ് എന്ന തരത്തിൽ MLA ഇരിക്കുന്നു. ശേഷം MLAയുടെ ഭർത്താവ് വരുന്നു, അതിനുശേഷം MLAയുടെ മകൻ വരുന്നു. എല്ലാവരെയും ഡിജിറ്റൽ അറസ്റ്റ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. ഏതാണ്ട് 2 മണിക്കൂറിന് ശേഷം ആ പ്രദേശത്ത് വന്ന മറ്റൊരാളാണ് കുഴൽമന്ദം പോലീസിനെ വിവരമറിയിക്കുന്നത്. കുഴൽമന്ദം പോലീസ് എത്തിയതിനു ശേഷമാണ് ഈ തട്ടിപ്പുകാർ പിൻവാങ്ങുന്നത്. ഇന്ന് രാവിലെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ശേഷമാണ് MLA പോലീസിൽ ഒരു പരാതി നൽകുന്നത്. എന്തായാലും 2 മണിക്കൂർ നേരമാണ് കേരളത്തിലെ ഒരു MLAയെ ഡിജിറ്റൽ അറസ്റ്റിലേക്ക് തട്ടിപ്പ് സംഘം കൊണ്ടുപോയിരിക്കുന്നത്. ശാന്തകുമാരിയും അതുപോലെ തന്നെ അവരുടെ മകനും. ശരി ശ്രീജിത്ത്, തുടരൂ. ഇപ്പോൾ MLA ശാന്തകുമാരി തന്നെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീമതി ശാന്തകുമാരി, ഇതിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായി കേട്ട് വരുന്നതാണ്. എങ്ങനെയാണ് ഇവർ സമീപിച്ചത്? ആ സമയത്ത് യാതൊരുവിധ സൂചനയും കിട്ടിയില്ല എന്നാണോ? അങ്ങനെയല്ല. ആക്ച്വലി ഞാനിന്ന് രാവിലെ വീട്ടിലൊരു 10 മണിക്ക് നിൽക്കുമ്പോൾ നോർമൽ കോളാണ് വന്നത്. അപ്പൊ നോർമൽ കോളിൽ അവർ ഇംഗ്ലീഷിൽ സംസാരിച്ചു. അപ്പൊ ഞാൻ ആരാണ് എന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ATS എന്നാണ്, ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് എന്നാണ്. നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ ഈ ഫോൺ നമ്പറിൽ ഒരു ഡോക്യുമെന്റ് മുംബൈയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുവഴി ഈ പഹൽഗാം ബ്ലാസ്റ്റിലുണ്ടായിരുന്ന ഒരു അക്യൂസ്ഡ് അഫ്സൽ ഖാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അയാള് ഇൻവെസ്റ്റിഗേഷൻ ഭാഗമായി ചോദിച്ചപ്പോഴാണ് നിങ്ങളുടെ ഈ പേരിൽ ഈ ഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് അവിടെ സിം എടുത്തതും അങ്ങനെ ഉപയോഗിച്ചതായിട്ട് അറിയുന്നു എന്നതിനിടയിലാണ് സംസാരിച്ചത്. അപ്പൊ ഞാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, എന്താണ് അങ്ങനെ. അപ്പൊ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ, മുംബൈയിൽ പോയിട്ടോ കാശ്മീരിൽ പോയിട്ടോ ചോദിച്ചു. ഞാൻ
ഓഫ് കോഴ്സ് ഞാൻ ഒഫീഷ്യലായിട്ടൊക്കെ പോയിട്ടുണ്ട് പലയിടത്തും. അപ്പൊ ഇതെങ്ങനെ സംഭവിച്ചത് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ഇത് സംസാരിച്ചപ്പോഴാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, തിരുവനന്തപുരത്തുള്ള സൈബർ സെല്ലിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നിങ്ങളെ വിളിക്കും. അപ്പൊ ആ ഫോൺ കട്ട് ചെയ്യുന്നില്ല, അതാ നേരെ അങ്ങോട്ട് പോവുകയാണ്. ബീച്ച് ശബ്ദമൊക്കെ എനിക്ക് കേൾക്കുന്നു. പിന്നെ ഒരു മലയാളത്തിലാണ് മലയാളികൾ സംസാരിക്കുന്നില്ല, നോർത്ത് ഇന്ത്യക്കാർ മലയാളം സംസാരിക്കുന്ന പോലെയാണ് സംസാരിച്ചത്. അപ്പൊ അന്നേരം ഇങ്ങനെയാണ് വിഷയം. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യൂ, അത് നമുക്ക് ഭയങ്കര സീരിയസ് ആണ്. ഇപ്പം പിന്നെ ഇലക്ഷനൊക്കെ വരുമല്ലേ, അപ്പൊ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്നുള്ള രീതിയിൽ പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സൈബർ സെല്ല് ഹെഡ് ക്വാർട്ടേഴ്സിലെ ഒരു SI സുരേഷ് കുമാർ എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് എന്നോട് മലയാളം സംസാരിച്ചത്. എന്നിട്ട് അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഓഫ് കോഴ്സ് വിചാരിക്കും ഇലക്ഷനൊക്കെ എടുത്തിരിക്കുകയാണ്, റൂളിംഗ് പാർട്ടിയിലെ ലീഡർഷിപ്പിലുള്ള ഒരാളാണ്, എന്താ ഇത് വ്യക്തിപരമായിട്ട് മാത്രമല്ല പാർട്ടി വല്ലാതെ ബാധിക്കുമല്ലോ എന്ന നിലയിൽ ഞാൻ ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് അത് സ്റ്റേ ചെയ്താണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഏതായാലും വളരെയധികം നന്ദി ശ്രീമതി കെ ശാന്തകുമാരി പ്രതികരിച്ചതിന്. സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ അടിസ്ഥാന ശമ്പളം പരിഷ്കരിക്കാൻ സർക്കാർ തീരുമാനം. 28,000 രൂപയാക്കാനാണ് തീരുമാനം. കരട് നയത്തിൽ അഭിപ്രായങ്ങൾ കേൾക്കാൻ 60 ദിവസത്തെ സമയം അനുവദിക്കും. വിജ്ഞാപനം നാളെ പുറത്തിറങ്ങും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.